യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനശുദ്ധിയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. റോമലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം അത് കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് എങ്ങനെയാണ് പകരുന്നത്, നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ആ ആത്മീക നന്മകൾ അനുഭവിക്കുവാൻ നമ്മൾ എപ്രകാരം നമ്മളെ തന്നെ ഒരുക്കണം, കർത്താവ് യേശുക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവരായി ആ സന്തോഷത്തോടുകൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകുന്നതായ നന്മകൾ, അനുഗ്രഹങ്ങൾ അത് ഭൗതികമാകാം, ആത്മീകമാകാം, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ, പലരും പറയുന്ന ഒരു കാര്യം, ബ്രദറെ ഭയങ്കര ടെൻഷനാണ്, വളരെ സമ്മർദ്ദത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളെല്ലാം തന്നെ നമ്മൾ വരുത്തി വയ്ക്കുന്ന സമ്മർദ്ദങ്ങളാണ്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മോട് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് ഒരു മുഴം പോലും നിങ്ങളുടെ നീളത്തോട് നിങ്ങൾക്ക് നീട്ടുവാൻ കഴിയത്തില്ല. ഇത് വളരെ പച്ചയായ ഒരു പരമാർത്ഥമാണ് യേശുക്രിസ്തു പറഞ്ഞത്. എന്നിട്ട് ചില ഉദാഹരണങ്ങളൊക്കെ യേശുവിടെ പറയുന്നുണ്ട്. ശലോമോനെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ താമരയെക്കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ആകാശത്തിലെ പറവകളെക്കുറിച്ച്, മറ്റു ഭാഗങ്ങളിലെ കാക്കയെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, കുരുകിലിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഇതെല്ലാം കർത്താവ് പറയുമ്പോൾ തൻ്റെ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത്, എന്താണ് ഒരുക്കുന്നത്. പക്ഷെ മനുഷ്യർക്ക് വേണ്ടി ദൈവം ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും മനുഷ്യൻ ദൈവ വഴിയെ വിട്ട് അവൻ പോകുന്നതുകൊണ്ട്, ദൈവത്തിൽ നിന്നുള്ള ഏകാഗ്രത അവർ മാറ്റുന്നതുകൊണ്ട് പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ടെൻഷനുകളിലേക്ക് മനുഷ്യൻ പ്രവേശിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ദൈവം നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞു തരും. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വഴി ഏതാകുന്നു എന്ന് നിങ്ങൾ ശങ്കിച്ചു നിൽക്കുമ്പോൾ, എങ്ങോട്ട് തിരിയണം എന്ന് നിങ്ങൾ ആലോചിച്ച് നിൽക്കുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറയുന്ന ഒരു ഇമ്പസ്വരം നിങ്ങളുടെ പുറകിൽ നിന്നും നിങ്ങൾ കേൾക്കും. അത് യെശയ്യാവിൻ്റെ കാലത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കാലത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള യാതൊരുവിധമായ ടെൻഷനുകളും സംഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ ഏകാഗ്രത ദൈവത്തിൽ നിന്ന് മാറ്റുമ്പോഴാണ് നമ്മളിൽ അനാവശ്യമായ സമ്മർദ്ദങ്ങൾ കടന്നു വരുന്നത്. വാസ്തവത്തിൽ നമ്മളെ സമ്മർദ്ദപ്പെടുത്തുക എന്നുള്ളത് പിശാചിന്റെ വലിയൊരു ഉദ്ദേശമാണ്. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞല്ലോ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഈ സർപ്പം അല്ലെങ്കിൽ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ ഏദൻ തോട്ടത്തിൽ വരുന്നത് വരെയും യാതൊരു ടെൻഷനുമില്ലാതെ അവർ തങ്ങളുടെ ജീവിതത്തെ വളരെ ആസ്വദിച്ച് ജീവിക്കുന്ന ആദ്യ മാതാപിതാക്കളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് സർപ്പം അവരെ ചതിച്ചതിന് ശേഷം വളരെ ടെൻസ്ഡായിട്ട് ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഉത്കണ്ഠയോടുകൂടെ അതേ ഏദൻ തോട്ടത്തിന്റെ വെളിയിൽ, ദൈവിക നന്മയുടെ വെളിയിൽ, ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയുടെ വെളിയിലേക്ക് പോയിരിക്കുന്ന ആദമിന് ഹവ്വയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ വളരെ സങ്കടത്തോട് പറയട്ടെ, അനേക ആളുകൾ, ഈ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയുടെ വെളിയിലാണ്. എന്നാൽ നിത്യമായ ആ പദ്ധതിയുടെ അകത്തേക്ക് കയറിയ അനേക ദൈവമക്കളുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്നവരായി പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും ദൈവത്തിന്റെ ആ നിത്യമായ പദ്ധതിയുടെ വെളിയിലാകരുതേ. നിങ്ങൾ വെളിയിലാണ്, എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ നിത്യമായ പദ്ധതിയിലേക്ക്, അതായത് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നിങ്ങളെ കണ്ടുവെന്നും ഇപ്പോൾ നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നുവെന്നും ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കണമെന്നും അവനെ നാം സ്നേഹിക്കണമെന്നും ദൈവം ഒരുക്കുന്നതായ ആ തേജസ്കരണത്തിലേക്ക്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിലേക്ക് നമ്മൾ ഒരുക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അത് സംബന്ധിച്ചുള്ള ഒരു വാക്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. എനിക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു വേദഭാഗം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ ചിന്തകളുടെയും പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വാക്യങ്ങൾ കൊണ്ടുവരുമ്പോൾ
അത് കൂടുതൽ നമുക്ക് സന്ദേശങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ വളരെ സഹായകരമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ പോലും ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഞാൻ ഈ വേദഭാഗം നേരത്തെ വായിച്ചിട്ടുള്ളതാണല്ലോ, അല്ല പ്രസംഗിച്ചിട്ടുള്ള വേദഭാഗമാണല്ലോ, എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും ഇത് സംസാരിക്കുന്നൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ ഓരോ സന്ദേശങ്ങളും ദൈവം നമുക്ക് തരുന്ന സാഹചര്യങ്ങളിൽ, ആ കോണ്ടക്സ്റ്റ്, ആ വചനഭാഗങ്ങൾ നമ്മൾ ആവർത്തിക്കേണ്ടി വരികയാണെങ്കിൽ പോലും ആ വാക്യങ്ങൾക്ക് വലിയ വലിയ പ്രാധാന്യമുണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ടാണ് ദൈവം നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തത്? അതിന്റെ കാരണം നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ഇംഗ്ലീഷ് വേർഡിൽ കൊടുത്തിരിക്കുന്നത് ഹോളി ആൻഡ് ബ്ലെയിംലെസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അർത്ഥം എന്ന് പറയുന്നത് അവന്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം, അല്ലെങ്കിൽ അവനെ പോലെ ആകണം. അതേപോലെ തന്നെ മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുന്ന അനുഭവത്തിൽ ആകരുത്. ആ ഒരു കാര്യത്തിൽ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പല വാക്യങ്ങൾ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വായിച്ചതായ ആ ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ദൈവം നമ്മെ മുന്നറിഞ്ഞു, ദൈവം നമ്മെ മുൻ നിയമിച്ചു, ദൈവം നമ്മെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു. നോക്കൂ, വിളിച്ചവരെ നീതീകരിച്ചു എന്ന് പറയുമ്പോൾ ദൈവം വിളിക്കുന്ന ആ വിളി സ്വീകരിക്കുന്നവരായ ആളുകളെ ദൈവം മറ്റുള്ളവർ കുറ്റപ്പെടുത്തുവാൻ ഇടയാകില്ല, സമ്മതിക്കത്തില്ല ദൈവം. ഞാൻ പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരിക്കലും പുതിയ നിയമത്തിന്റെ ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ ആ ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, യോബാണ്. യോബിനെ കുറിച്ച് സാത്താൻ ദൈവത്തിന്റെ സന്നിധി ചെന്ന് കുറ്റപ്പെടുത്തി. എന്താ പറഞ്ഞത്? വെറുതെയല്ല അവൻ വിശുദ്ധനായിരിക്കുന്നത്, നീ അവന്റെ ചുറ്റും വേലി കെട്ടിട്ടുണ്ട്. അതായത് സാത്താൻ ലോകമെമ്പാടും ഓടാടി സഞ്ചരിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന്, ഞാൻ ലോകമെമ്പാടും ഓടാടി സഞ്ചരിച്ചിട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനോട് ചോദിക്കുന്നു, നീ എൻ്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? ഇതെങ്ങനെ അറിഞ്ഞത്? യോബിന്റെ ആ ചുറ്റും അവൻ സഞ്ചരിച്ച് യോബിന്റെ ജീവിതത്തെ തൊടുവാൻ ആഗ്രഹിച്ചു. യോബിനെ ഉപദ്രവിക്കാനും അവന്റെ വിശ്വാസത്തെ തകർക്കുവാനും അവൻ പരിശ്രമിച്ചു. അതിനർത്ഥം ഇന്ന് എന്താണ് പിശാച് ചെയ്യുന്നത്? പിശാചിന് വേണ്ടത് നമ്മളുടെ ബാങ്കിൽ കിടക്കുന്ന പണം മോഷ്ടിക്കുക എന്നുള്ളതല്ല. നമ്മളുടെ വീട്ടിലുള്ള ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുകയോ അതേപോലെ തന്നെ നമ്മുടെ തലമുറകളുടെ വിദ്യാഭ്യാസം തകർക്കുക, അങ്ങനെയൊന്നുള്ളതല്ല പിശാചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിശാചിന്റെ ലക്ഷ്യം ആത്യന്തികമായിട്ട് നമ്മളിലുള്ള ദൈവവിശ്വാസത്തിൽ നമ്മെ വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരാനാണ് പിശാച് ശ്രമിക്കുന്നത്. പക്ഷേ ദൈവത്താൽ വേലി കെട്ടപ്പെട്ടവരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അനുവാദമില്ലാതെ അവരെ തൊടുവാൻ ദൈവം സമ്മതിക്കില്ല. അത് ഇയ്യോബിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ പത്രോസിന്റെ കാര്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇയ്യോബിന്റെ കാര്യത്തിൽ ദൈവം വേലി കെട്ടിയതുകൊണ്ട് പിശാചിന് അവന്റെ ജീവിതത്തിലേക്കോ അവന്റെ ഭവനത്തിലേക്കോ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പത്രോസിന്റെ കാര്യത്തിൽ യേശുവിന്റെ അനുവാദം വേണമായിരുന്നു പത്രോസിനെ തൊടുവാൻ, അതേ ഗോതമ്പ് പോലെ പാറ്റുവാൻ. നോക്കൂ, ദൈവം നമുക്ക് തരുന്ന പ്രൊട്ടക്ഷൻ എത്ര വലുതാണ്. അതേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ, ദൈവവചനത്തെ നമ്മൾ പാലിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം സാത്താനോട് പറയുന്നു, നീ അവനെ തൊട്ടോ, പക്ഷെ അവന്റെ പ്രാണനെ മാത്രം തൊടുവാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് യോബിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്, ഒരിക്കലും യോബിന്റെ ആയുസ്സിനെ കുറയ്ക്കുവാനോ ആയുസ്സിനെ ഇല്ലാതാക്കുവാനോ ദൈവം പിശാചിനെ അനുവദിച്ചില്ല. എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ കോൺഫിഡൻസ് എത്ര വലുതായിരുന്നു. ദൈവത്തിനറിയാം യോബ് ജീവിതത്തിന്റെ ഏത് സാഹചര്യമാണെങ്കിൽ പോലും അവൻ വിശ്വാസത്തിൽ നിന്നും വീണു പോകത്തില്ലെന്നറിയാം. അതേപോലെ തന്നെ പത്രോസിന്റെ കാര്യത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ പിതാവിന് മുമ്പാകെ മധ്യസ്ഥത ചെയ്യേണ്ടി വന്നു. എന്താണ്? ദൈവമേ, അവന്റെ വിശ്വാസം പോകാതെ അവനെ പരീക്ഷിക്കണമേ. സാത്താൻ പത്രോസിന്റെ ജീവിതത്തിൽ അവനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടുന്നതായ സന്ദർഭം വരികയാണെങ്കിൽ അവന്റെ വിശ്വാസം പോകരുത് എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. നോക്കൂ, യേശുവിന്റെ പ്രാർത്ഥന പോലെ സംഭവിച്ചില്ലേ? പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റി, പക്ഷേ അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സമ്മതിച്ചില്ല. യോബിനെ പരീക്ഷിച്ചു, പക്ഷെ യോബ് വിശ്വാസത്തിൽ നിന്നും മാറിപ്പോയില്ല. ഇതെല്ലാം കാണിക്കുന്നത് ദൈവത്തിന്റെ ആ നിത്യമായ പദ്ധതിയിൽ നമ്മൾ എത്രത്തോളം സേഫ് ആണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവിടെയെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നാം അവന്റെ സന്നിധാനത്തിൽ വിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. അതായത് മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തുന്നവർ ആകപ്പെടരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോക്കൂ, അതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ എന്തിനാണ് ദൈവത്തിൻ്റെ വിളി? നാം ദൈവത്തിന് മുമ്പാകെ നിഷ്കളങ്കരും അതേപോലെ തന്നെ വിശുദ്ധരും ആകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ ഫെലോഷിപ്പ് സംഭവിക്കുന്നത് നമ്മുടെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലും നമ്മുടെ നിഷ്കളങ്കതയുടെ അടിസ്ഥാനത്തിലും, അതായത് മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്താത്ത ആ അനുഭവത്തിലുമാണ് ദൈവത്തോടുള്ള നമ്മുടെ ആ കൂട്ടായ്മ കൂടുതൽ ശക്തമായി തീരുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കണം, ഞാൻ നിഷ്കളങ്കൻ ആയിരിക്കണം. നിങ്ങൾക്ക് അതിനുള്ള ഒരു സമർപ്പണത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടവണ്ണം വചനം വായിക്കാൻ കഴിയുന്നില്ല. ഇതിനൊക്കെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ആ ദൈവത്തോടുള്ള ആ വിശുദ്ധിയും നിഷ്കളങ്കതയും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ആത്മീയമായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കഴിയാതിരിക്കുന്നത്. ഈ മോർണിംഗ് ഡ്യൂ പ്രഭാത വചനധ്യാനം തന്നെ കേൾക്കുന്ന പലരും എന്നെ വിളിക്കാറുണ്ട്. ചില ആളുകളൊക്കെ ഇത് പറയാറുണ്ട്, ബ്രദറെ എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതിന് വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാമോ? എനിക്ക് വേണ്ടവണ്ണം വിശുദ്ധ വേദപുസ്തകം വായിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വായിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരുന്നു, ഞാൻ വളരെ ക്ഷീണിതനായി എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധിക്കും ഈ നിഷ്കളങ്കതയ്ക്കും ഏൽക്കുന്ന പോറലുകളാണ്. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ വന്നു എങ്കിൽ നാം ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം, അതേപോലെ തന്നെ നമ്മുടെ രക്ഷയുടെ പുതുക്കലിൻ്റെ അനുഭവം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ അനുഭവം നമ്മൾ സൂക്ഷിക്കാതിരിക്കരുത്. ആ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ പാപങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ദൈവത്തോട് നമ്മൾ ഐക്യതപ്പെടുകയും ദൈവത്തോടുള്ള നിരപ്പിൽ നമ്മൾ കടന്നു വരികയും ചെയ്യണം. അതുകൊണ്ടൊക്കെ ഞാൻ പലരോടും പ്രാർത്ഥനയുടെ കാര്യത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി പ്രകാരം പറയാറുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആദ്യഘട്ടങ്ങൾ നിങ്ങൾ ദൈവത്തെ വലിയവനായി കാണുകയും നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണമെന്നുള്ളത്. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തോട് ഒരു റെക്കൺസിലിയേഷൻ, ഒരു നിരപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. അതായത് ദൈവത്തോട് നമുക്ക് വളരെ സുഗമമായി ബന്ധപ്പെടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, ദൈവവചനം അനുസരിക്കുവാൻ, നമ്മൾ എവിടെ വീണു എന്നുള്ളത് തിരിച്ചറിയുവാൻ, അതിനെ നമുക്ക് ശരിയായിട്ട് ഫോക്കസ് ചെയ്ത് തിരുത്തേണ്ടതിനെ തിരുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ഞാനിത് നിങ്ങളോട് പറയുന്നത് വളരെ പ്രായോഗികമായ ഒരു സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യത്യാസം വരുത്തേണ്ട മേഖലകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോക സ്ഥാപനത്തിനു മുമ്പ് ദൈവം എന്നെ, ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിനു മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും, അവനിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും. എന്താണ് ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്? ക്രിസ്തുവിൽ കൂടെയാണ് പിതാവായ ദൈവം എന്നെ കാണുന്നത്. ക്രിസ്തുവിൽ കൂടെ എന്നെ ദൈവം കാണുമ്പോൾ ക്രിസ്തുവിനെയാണ് ദൈവം കാണുന്നത്. ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. എൻ്റെ നീതി ശരിയായ നീതി അല്ലാത്തതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നീതിയാണ് എനിക്കായി കണക്കിടുന്നത്. ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ് എൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. അതായത് കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണരായി മാറുന്നു. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങൾ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധനാകുന്നുണ്ടോ, നിഷ്കളങ്കനാകുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ കുറ്റപ്പെടുത്താത്തതായ അവസ്ഥയിൽ ഞാൻ ആയിത്തീരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഇന്ന് സമർപ്പിക്കേണ്ട ഒരു ദിവസമാണ്. അതിനുവേണ്ടി നമുക്കൊന്നിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം, മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തപ്പെടുന്നവർ ആകരുത് എന്നുള്ള ആ വലിയ സന്ദേശം ഞങ്ങളെ കേൾപ്പാൻ തക്കവണ്ണം ഇടയാക്കിയല്ലോ. കർത്താവ്, ഇതെല്ലാം സാധിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ്. ഞങ്ങളുടെ ഒരു പരിശ്രമങ്ങളോ ഞങ്ങളുടെ അധ്വാനങ്ങളോ ഒന്നും ഞങ്ങളെ നിഷ്കളങ്കരോ വിശുദ്ധരോ ആക്കില്ല എന്നുള്ള തിരിച്ചറിവിലൂടെ കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.